ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. മഹത്വവും തേജസ്സും ധരിച്ചിടുന്നു തിരശീല പോൽ മാനത്തെ വിരിപ്പോ. മഹത്വവും തേജസ്സും ധരിച്ചിടുന്നു തിരശീല പോൽ മാനത്തെ വിരിപ്പോ. മേഘങ്ങളെ തന്റെ തേരാക്കിയും കാറ്റിൻ ചിറകിൻ മീതെ സഞ്ചരിക്കുന്നു. മേഘങ്ങളെ തന്റെ തേരാക്കിയും കാറ്റിൻ ചിറകിൻ മീതെ സഞ്ചരിക്കുന്നു. ആ എന്റെ ദൈവമോ അവനുന്നതനല്ലോ, എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. ആ എന്റെ ദൈവമോ അവനുന്നതനല്ലോ, എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. കാറ്റിനെ തൻ ദൂതന്മാരായി നിയമിക്കുന്നു, അഗ്നിജ്വാലയെ തന്റെ സേവകരായും. കാറ്റിനെ തൻ ദൂതന്മാരായി നിയമിക്കുന്നു, അഗ്നിജ്വാലയെ തന്റെ സേവകരായും. മരണപാതാളത്തിൻ താക്കോലുള്ളവൻ, എന്നേക്കും നിത്യജീവനേകിടുന്നവൻ. മരണപാതാളത്തിൻ താക്കോലുള്ളവൻ, എന്നേക്കും നിത്യജീവനേകിടുന്നവൻ. ആ എന്റെ ദൈവമോ അവനുന്നതനല്ലോ, എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. ആ എന്റെ ദൈവമോ അവനുന്നതനല്ലോ, എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. മാറത്തു പൊൻകച്ചയണിഞ്ഞവനായി 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചും അവൻ മൊഴി ഹിമത്തേക്കാൾ
ജ്വാലയ്ക്കൊത്തതും ആ എന്റെ ദൈവമോ അവനുന്നതനല്ലോ. എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. ആ എന്റെ ദൈവമോ അവനുന്നതനല്ലോ. എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. എൻ മനമെന്നെന്നും വാഴ്ത്തിയിടുമേ, സ്തുത്യനാം ദൈവത്തെ പുകഴ്ത്തിയിടുമേ. എൻ മനമെന്നെന്നും വാഴ്ത്തിയിടുമേ, സ്തുത്യനാം ദൈവത്തെ പുകഴ്ത്തിയിടുമേ. സർവമഹത്വത്തിനും യോഗ്യനവൻ, യാഹെന്നല്ലോ അവൻ ശ്രേഷ്ഠനാമം. സർവമഹത്വത്തിനും യോഗ്യനവൻ, യാഹെന്നല്ലോ അവൻ ശ്രേഷ്ഠനാമം. ആ എന്റെ ദൈവമോ അവനുന്നതനല്ലോ. എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. ആ എന്റെ ദൈവമോ അവനുന്നതനല്ലോ. എന്റെ കർത്തനോ അവൻ വല്ലഭനല്ലോ. ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് കൂടി വന്നുവരും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുമായ വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൻ്റെ സ്നേഹവന്ദനം. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് അതിനെ അനുഗമിക്കട്ടെ. എൻ്റെ പിന്നാലെ വരുവാൻ ഒരുവൻ ഇച്ഛിച്ചാൽ, ആഗ്രഹിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് എൻ്റെ പിന്നാലെ വരട്ടെ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനി അവൻ പാപത്തിന് മരിച്ചവനാണ്, ക്രിസ്തുവിൽ ജീവിക്കുന്നവനാണ്. അവന് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവനാണ്. അവൻ്റെ ജീവിതത്തിൽ ഒറ്റയ്ക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, തൻ്റെ യജമാനനെ പ്രസാദിപ്പിക്കുക, യജമാനൻ ഏൽപ്പിച്ച വേലയുമായി ഈ ഭൂമിയിലൂടെ ഓടുക, ഓടി തൻ്റെ ഓട്ടം തികയ്ക്കുക. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം, ഒരു വിശ്വാസിയുടെ ലക്ഷ്യം. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. കുരിശ് ധരിച്ച ക്രിസ്ത്യാനി പാപത്തിന് മരിച്ചവനാണ്. അവൻ പാപം ചെയ്യാൻ പാടില്ലാത്തവൻ, അത് അവനറിയാം, അവന് തന്നെ അറിയാം. അവൻ പാപത്തിലേക്ക് നോക്കുകയില്ല. പാപത്തിൻ്റേതായ ശോധനകൾ വരുമ്പോൾ, ഈ ലോകത്തിൻ്റേതായ തിന്മയും അശുദ്ധിയും മ്ലേച്ഛതയും അവൻ്റെ മുൻപിൽ പിശാചെ കാണിച്ചു കൊടുക്കുമ്പോൾ, ലോകം എനിക്ക് വേണ്ട എന്ന് തൻ്റെ ഇടത്തോടെ പറയുന്നവനായിരുന്നു ആദ്യകാല ക്രിസ്ത്യാനികൾ. അന്ന് കുരിശ് ധരിച്ചവരെ കണ്ടാൽ കൊല്ലുമായിരുന്നു, പീഡിപ്പിക്കുമായിരുന്നു, ഉപദ്രവിക്കുമായിരുന്നു. എന്നാൽ അതുകൊണ്ട് തന്നെ അന്നുള്ള പിതാക്കന്മാർ, ആദ്യകാല പിതാക്കന്മാർ, അവർ പാറകളുടെ വിളർപ്പിലും കാടുകളിലും മലകളിലും ഗുഹകളിലും പോയി ഒളിച്ചു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഈ ലോകം തങ്ങളുടേതല്ല എന്ന് അവരറിഞ്ഞിരുന്നു. ലോകം അവർക്ക് യോഗ്യമല്ല എന്നവർക്കറിയാമായിരുന്നു. ഇന്നോ ലോകത്തെ പുണർന്ന്, ലോകത്തെ കെട്ടിപ്പിടിച്ച്, ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ മുഴുകി, ലോകത്തിൻ്റെ സമ്പത്തും ലോകത്തിൻ്റെ ജഡീക ഇമ്പങ്ങളുമായി നടക്കുന്ന ക്രിസ്ത്യാനി വാസ്തവത്തിൽ അപമാനമാണ്. ക്രൂശിന് അപമാനമാണ്, ക്രിസ്തുവിന് അപമാനമാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു വലിയ മർമ്മം പറഞ്ഞു തരും വിശ്വാസികൾക്ക്. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. ഇന്ന് അനേകർ വീഴുന്നത് ജഡത്തിൻ്റെ മോഹങ്ങളിലാണ്. എനിക്ക് ഈ ലോകത്തിൽ സുഖിക്കണം, ഈ ലോകത്തിലെ സമ്പത്ത് വേണം, ഈ ലോകത്തിൽ ആശ്രയിക്കണം. ജഡീക ഇമ്പങ്ങൾ അവനെ മാടി പിടിക്കുമ്പോൾ അവിടെ വീണു പോകുന്നു. എന്നാൽ അപ്പോസ്തലൻ പറഞ്ഞ മർമ്മം എന്താണ്? ഒറ്റയ്ക്കൊരു മാർഗമേ ഉള്ളൂ. ജഡത്തെ ജയിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ. നീ സ്വന്തം കഴിവിലൊന്നും അധ്വാനിക്കണ്ട, നീ തലമുടി നാല് കീറിയെടുത്തിട്ട് നീ അതിനു വേണ്ടി പരിശ്രമിക്കണ്ട, നീ ഒന്നും ചെയ്യണ്ട. ഒറ്റ കാര്യം, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. സ്വന്തം അനുഭവത്തിൽ നിന്ന് അപ്പോസ്തലൻ ഗലാത്യ സഭയോട് ഉപദേശിച്ചു. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. അനുസരിപ്പിക്കാൻ ഞാൻ മനസ്സാണോ? ആത്മാവിനെ അനുസരിച്ച് നടപ്പാൻ മനസ്സാണോ? നിൻ്റെ ദൈവം നീയാണോ, പരിശുദ്ധാത്മാവാണോ? നിന്നെ നിയന്ത്രിക്കുന്നത് ആരാണ്? നീയാണോ, പരിശുദ്ധാത്മാവാണോ? ഒന്ന് ശാന്തമായി ചിന്തിക്കുമോ? അനേകർക്ക് ഞാൻ കറക്റ്റാണ്, ഞാൻ ശരിയാണ്, ഞാൻ പറയുന്നതെല്ലാം ശരിയാണ്, എൻ്റെ പോക്ക് ശരിയാണ്, ഞാൻ ദൈവത്തെ പ്രസാരിപ്പിച്ചുകൊണ്ടാണ്, അങ്ങനെ പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനമില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കൽ. ചടങ്ങുകൾ ആചരിക്കുന്നുണ്ട്,
ആചരണങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, പ്രാർത്ഥനകൾ ഉരുവിടുന്നുണ്ട്, യാഗം കഴിക്കുന്നുണ്ട്, പെരുന്നാളേറ്റ് നടത്തുന്നുണ്ട്, വെടിക്കെട്ട് കാണുന്നുണ്ട്, പുണ്യസ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്, കർമ്മപരിപാടികളെല്ലാം ഉണ്ട്. പക്ഷേ ദൈവമായുള്ള ബന്ധമില്ല. ആത്മാവിൻ്റെ സ്വരം കേൾക്കുന്നില്ല, ആത്മാവിൻ്റെ വഴിയറിയുന്നില്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നില്ല. നീ അപകടത്തിലേക്കാണ്. ആത്മാവിനെ അനുസരിക്കുന്നില്ലെങ്കിൽ പോക്ക് അപകടത്തിലേക്കാണ്. ഒരു സംശയവും വേണ്ട. അറിയാവുന്നവർക്കറിയാം. ശാന്തമായി ചിന്തിക്കുക. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് പ്രകാരം പറയും, പ്രവാസികളും പരദേശികളുമായ നിങ്ങൾ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകലുക. ഇവിടെ നാം അന്യരും പരദേശികളുമാണ്. ആണോ പ്രിയപ്പെട്ടവർ? ഞാനിവിടെ വെറും അന്യനാണെന്ന ബോധ്യം എത്ര പേർക്കുണ്ട്? ഞാൻ ഈ ഭൂമിക്കുള്ളവനല്ല, ഞാൻ ഇവിടുത്തെ സ്ഥാനമാനങ്ങൾക്കുള്ളവനല്ല, ഞാൻ ഇവിടുത്തെ മനുഷ്യൻ്റെ പ്രശംസയ്ക്കുള്ളവനല്ല, ഈ ലോകം തരുന്ന സ്ഥാനമാനങ്ങളിൽ വിരാജിക്കേണ്ടവനുമല്ല ഞാൻ. സാധിക്കുമോ പ്രിയപ്പെട്ടവർ? ഞാൻ വാസ്തവമായും എൻ്റെ 30-ാമത്തെ വയസ്സിൽ ഈ കൂട്ടായ്മയിൽ വന്ന് ജീവൻ്റെ വചനം കേൾക്കുന്നത് വരെ ഞാനൊരു പ്രാകൃതനായിരുന്നു, ഞാനൊരു പരീശനായിരുന്നു, എല്ലാ ചടങ്ങുകളും എനിക്കുണ്ടായിരുന്നു, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവനായിരുന്നു, മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നവനായിരുന്നു, എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും എനിക്കുണ്ടായിരുന്നു, ദേവാലയങ്ങളിൽ എല്ലാ ഞായറാഴ്ചയും പോവും, സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു, ആരെ നോക്കിയാലും മാതൃകയോടെ ജീവിക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ ആരും പറയും. പക്ഷെ ഞാൻ പറയും, ഞാൻ ദൈവത്തെ അറിഞ്ഞിരുന്നില്ല. ഞാൻ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരുന്നു, പക്ഷേ ക്രിസ്തുവിനെ അറിഞ്ഞില്ല, ക്രിസ്തുവിനെ ഞാൻ അനുഭവിച്ചില്ല. ആത്മാവുമായി എനിക്ക് ബന്ധമുണ്ടായിരുന്നില്ല, ആത്മലോകത്തിൽ എനിക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, അന്ന് ജഡയിമ്പങ്ങളിൽ ഞാൻ മുഴുകി ജീവിച്ചു. അന്ന് സ്ഥാനമുണ്ട്, മാനമുണ്ട്, അനേക സുഹൃത്തുക്കളുണ്ട്. ഈ ലോകത്തിലെ ഇമ്പങ്ങളിൽ മുഴുകി ജീവിച്ചപ്പോൾ ഇതാണ് ജീവിതമെന്ന് ഞാൻ ധരിച്ചു. പറഞ്ഞു തരാൻ ആരുമില്ല. ബുദ്ധിയിൽ പാപത്തിന് മേൽ ജയം വേണമെന്നുണ്ട്. പലരോടും ചോദിച്ചു, ആർക്കും പറഞ്ഞു തരാൻ കഴിഞ്ഞില്ല. ഉന്നതന്മാരായ ആളുകളോട് ചോദിച്ചു, സ്ഥാനപ്പേരൊന്നും ഞാൻ പറയുന്നില്ല, വളരെ ഉന്നതരായ ആളുകളോട് ചോദിച്ചു. അവരും പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞു, വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം ക്ഷമിച്ചു തരും. അങ്ങനെയും ചെയ്തു. പാപം ക്ഷമിച്ച് കിട്ടിയില്ല, പാപത്തിനുമേ ജയം കിട്ടിയില്ല, പാപമോചനത്തിന് സൗഖ്യം അനുഭവിച്ചില്ല. അനുഭവിച്ചുകൊണ്ട് പറയട്ടെ പ്രിയപ്പെട്ടവർ, ഒരു ദിവസം എൻ്റെ 30-ാമത്തെ വയസ്സിൽ അന്ന് ശൗല ദമസ്കോസിൽ വെടിവാതിൽക്കൽ വെച്ച് മാനസാന്തരപ്പെട്ടതുപോലെ എൻ്റെ ജീവിതത്തിൽ അന്ന് ഞാൻ ആദ്യമായി ദൈവശബ്ദം കേട്ടു. അന്ന് എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു. അന്ന് എനിക്ക് രോഗസൗഖ്യം കിട്ടി. ഇതൊന്നും ഞാൻ ചോദിച്ചതല്ല. കാരണം ഞാൻ നല്ല പരീക്ഷനായിട്ടാണ് പോയിരുന്നത്, ഞാൻ നല്ല 1-ാം തരം ഭക്തനായിട്ട് അവിടെ പോയിരുന്നത്. എനിക്കൊരു കുറവില്ലെന്നുള്ള ധാരണയാണ് എനിക്കുണ്ടായിരുന്നത്. ചടങ്ങുകളുണ്ട്, ആചരണങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, പ്രാർത്ഥനയുണ്ട്, നമസ്കാരമുണ്ട്, ഒന്നും മുടക്കാറില്ല, എല്ലാം ആചരിക്കുന്നവനാണ്. ആര് നോക്കിയാലും മാതൃകയോടെ ജീവിക്കുന്നവനാണ്. അത് മതിയായിരുന്നു എനിക്ക്. മറ്റുള്ളവരുടെ പ്രശംസ മതിയായിരുന്നു. നല്ല സൺഡേ സ്കൂൾ അധ്യാപകനാണ്, എല്ലാം പറഞ്ഞു, മതിയെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. ഞാനവനെ കണ്ണാൽ കണ്ടു, അവൻ്റെ തേജസ് കണ്ടു. ഞാൻ ആള് മാറി പ്രിയപ്പെട്ടു. അന്ന് രോഗത്തിൻ്റെ സൗഖ്യം കിട്ടി, പാപത്തിൻ്റെ മോചനം കിട്ടി, പാപത്തിൻ്റെ മേൽ ജയം കിട്ടി, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ഞാൻ മടങ്ങിപ്പോയി. സ്തോത്രം. അതെൻ്റെ അനുഭവമാണ്. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പുതിയ സൃഷ്ടിയായപ്പോൾ എൻ്റെ പഴയ സുഹൃത്തുക്കളെ ഒന്നും ഞാൻ മാറ്റേണ്ടി വന്നില്ല. അവരെ ആരെയും ഞാൻ തള്ളി മാറ്റേണ്ടി വന്നില്ല, അവരെ ആരെയും ഉപേക്ഷിക്കേണ്ടി വന്നില്ല. അവരെല്ലാം എന്നെ വിട്ടുപോയി. ഇവനെ കൊള്ളില്ല, അവരെല്ലാം എന്നെ വിട്ടുപോയി. അത് ദൈവം ചെയ്യുന്ന അത്ഭുതമാണ് പ്രിയപ്പെട്ടവർ. ഈ പാവം എന്നെയും കൊണ്ട് പോകൂ എന്ന് വിചാരിച്ചിരുന്ന പാവങ്ങൾ, മുറുകെ പറ്റുന്ന പാവങ്ങൾ അന്ന് പറഞ്ഞങ്ങ് പോയി. ആരെല്ലാം വിശ്വസിക്കും? ഒറ്റൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. അപ്പോസ്തലനായ പൗലോസ് പറയും, എൻ്റെ പ്രിയപ്പെട്ടവർ, സ്തോത്രം, എത്രയോ സത്യമാണ്, എത്രയോ പരമസത്യമാണ്. ഈ ലോകത്തിലെ അഴുക്ക് ചാലിൽ നീന്തി കുടിച്ച് നടന്ന മനുഷ്യർ ക്രിസ്തുവിനെ കണ്ട മാത്രയിൽ ആൾ മാറിയില്ലേ? അവർ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മാറിയില്ലേ? ചരിത്രം നമ്മുടെ മുൻപിലില്ലേ? എത്രയോ പിതാക്കന്മാരെ നമുക്കറിയാം.
എത്രയോ വിശുദ്ധന്മാരെ നമുക്കറിയാം. ഈ തലമുറയിൽ, ഈ അന്ത്യകാല തലമുറയിൽ കർത്താവിൻ രണ്ടാമത്തെ വരവേറ്റപ്പെടുത്തിരിക്കുന്ന ആസന്നമായ ഈ സമയത്ത് ഈ തലമുറയിൽ ഞാൻ ഒരാൾ നിൽക്കും. തീരുമാനിക്കാൻ ആരുണ്ട്? അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, പ്രവാസികളും പരദേശികളുമായ നിങ്ങൾ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകലുക. ജഡയിമ്പങ്ങളോട് യാത്ര പറയുക, ലോകസുഖങ്ങളോട് യാത്ര പറയുക. ഈ ലോകത്തിലെ സമ്പത്തോ എന്തിന്? അപ്പോസ്തലനായ പൗലോസ് റോമാ പൗരനായിരുന്നു. ഗമാലിയേലിന്റെ കീഴിൽ അഭ്യാസം തികച്ചവനായിരുന്നു. ഏറ്റവും വലിയ തിയോളജിയനായിരുന്നു. എല്ലാ ഡിഗ്രിയും ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവിനെ കണ്ട മാത്രയിൽ അപ്പോസ്തലങ്ങൾ മാറി. ശൗലാൾ മാറി. ആ ശൗല് പറഞ്ഞു, ഞാൻ പുതിയ സൃഷ്ടിയായിരിക്കുന്നു. സ്തോത്രം. പഴയ കാഴ്ചപ്പാടുകൾ മാറി. പഴയ നന്മകളെല്ലാം തിന്മകളായി തോന്നി. തനിക്കുള്ളതെല്ലാം ചേരുമെന്നെണ്ണി. ലാഭമായിരുന്നതൊക്കെയും ചേരുമെന്നെണ്ണി. ഇതൊരു വലിയ കാഴ്ചപ്പാടാണ് സഹോദര. എൻ്റെ മുമ്പിൽ ചമയിച്ച ഇണക്കി ഒരുക്കി കൊണ്ടുവരാൻ പിശാചിന് അനേകം പാപങ്ങളുണ്ട്. സൗകര്യമായിട്ട് കിട്ടും, ഈ ലോകത്തിൽ കിട്ടും. ഈ ലോകത്തിൽ നടക്കുന്ന പലതും കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടുമാണ് ഇത് പറയുന്നത്. ഞാൻ വ്യതിരിക്തനാണ്, ഞാൻ വേർപെട്ടവനാണ്, ഞാൻ ക്രിസ്തുവിന് വേണ്ടി വേദനിക്കപ്പെട്ടവനാണ്, ഞാൻ വ്രതസ്ഥനാണ്, ഞാൻ ക്രിസ്തുവിനോട് വാക്ക് പറഞ്ഞവനാണ്. എനിക്ക് മാറിക്കൂടാ. തീരുമാനം ആർക്കെല്ലാമുണ്ട്, സമർപ്പണം ആർക്കെല്ലാമുണ്ട്. ജഡ മോഹങ്ങളെ വിട്ടകലുവാൻ മനസ്സുണ്ടോ? ദൈവമക്കളെ, ഇത് സാധിക്കില്ല നിങ്ങൾ പറയും. സാധിക്കും. എങ്ങനെ സാധിക്കും? ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ മതി. ജഡത്തെ അനുസരിച്ച് ഈ ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടി നടന്നവനായ ശൗല് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, ഉൾക്കണ്ണുകൾ തുറന്നു കിട്ടിക്കഴിഞ്ഞപ്പോൾ ആളെ മാറിയില്ലേ? സുവിശേഷത്തിന് വേണ്ടി ലോകം മുഴുവൻ ഓടി നടന്നില്ലേ? ഉപദ്രവങ്ങൾ ഏറ്റില്ലേ? ആരെ അനുസരിച്ചത്? ആത്മാവിനെ അനുസരിച്ച് നടന്നു. സ്തോത്രം. പുസ്തകപ്പെടുത്തുന്ന പുസ്തകം ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാം. അപ്പോസ്തലൻ നടന്നതെല്ലാം ആത്മാവിനെ അനുസരിച്ച്. തെറ്റുപറ്റില്ല. ജഡമോഹങ്ങളിൽ വീഴുകയില്ല. ഞാൻ മനഃപൂർവ്വമല്ലങ്ങ് വീണുപോയി എന്ന് പറയുന്ന പലരുമുണ്ട്. പാപം ചെയ്യരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാനങ്ങ് വീണുപോയി. സാഹചര്യം എന്നെ അങ്ങനെ അങ്ങ് ആക്കിപ്പോയി. പലരും ന്യായവാദങ്ങൾ കാണും, പലരും പാപത്തിന് ന്യായീകരണങ്ങൾ കാണും, സാഹചര്യങ്ങളെ പഴി പറയും. സ്വന്തം കുറ്റം കാണുകയില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നില്ല. സത്യം അതാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുക. പ്രവാസികളും പരദേശികളുമായ നിങ്ങൾ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകലുക. റോമാലേഖനം 8:17 അപ്പോസ്തലനായ പൗലോസ് വീണ്ടും പറയും, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. ഞാൻ ആരാണ്? ഞാൻ അവകാശിയാണ്. ആരുടെ അവകാശി? ദൈവത്തിൻ്റെ അവകാശി, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശി. എത്ര മനോഹരമാണത്! പിതാവായ ദൈവം പുത്രന് കൊടുത്തതായ ദൗത്യം, ഈ ഭൂമിയിലെ പാപികളായ മനുഷ്യരെ വീണ്ടെടുക്കുവാൻ പാപം നിറഞ്ഞ ഈ ഭൂമിയിലേക്ക് അയച്ച പുത്രൻ തൻ്റെ വേല നിവർത്തിച്ച് മടങ്ങിച്ചെന്നപ്പോൾ അതേ സ്ഥാനത്ത് പിതാവായ ദൈവനെ ഇരുത്തി. പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് തൻ്റെ സിംഹാസനത്തിൽ തൻ്റെ വലത്ത് ഭാഗത്ത് പുത്രനെ ഇരുത്തി. അതേ സിംഹാസനത്തിൽ ഇന്നും കർത്താവായ യേശു ഇരിക്കുന്നു. എന്തുകൊണ്ട്? തൻ്റെ വേല മനോഹരമായി നിവർത്തിച്ചു. സഹോദര, നിനക്ക് ദൈവം ഒരു വേല വരവേൽപ്പിച്ചിട്ടുണ്ട്. ഈ ഭൂമി നിനക്ക് ചെറിയ ആയുസ് വെച്ചിട്ടുണ്ട്. എത്രയാ നമുക്കറിയാൻ പാടില്ല, ആർക്കും അറിയാൻ പാടില്ല, ഒരു മനുഷ്യർക്കും അറിയാൻ പാടില്ല. നിൻ്റെ ആയുസ് തീരുമ്പോൾ ദൈവം നിന്നെ വിളിക്കും. നീ ഇത്തിലേക്ക് ചേർക്കപ്പെടും. എവിടെയാവും? പർദീസയിലാകുമോ? അതോ പാതാളത്തിലേക്ക് പോകുമോ? തീരുമാനിക്കേണ്ടത് നീയാണ്. നീ എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ്, വേറെ ആരുമല്ല. നീ എന്ന് പറയുന്ന ഏക വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത്. പർദീസയിലെത്തുവാൻ വേണ്ടി നീ പ്രവർത്തിക്കുന്നുണ്ടോ? എന്നാൽ മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. പ്രിയപ്പെട്ടവരെ, എന്നാൽ എനിക്ക് നിങ്ങൾക്കും ദൈവം വചനം തരുമ്പോൾ ദൈവം എങ്ങനെയാണ് നമ്മെ കാണുന്നത്?
മൂത്ത സഹോദരനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഇളയ സഹോദരങ്ങളായി പിതാവായ ദൈവത്തിൻ്റെ മക്കളായി നമ്മെ കാണുന്നു. എന്തോ ഒരു വലിയ കാഴ്ചപ്പാട്, എന്തോ ഒരു വലിയ സ്നേഹം. പാപത്തിൻ്റെ ആഴത്തിൽ കിടന്ന് നമ്മെ സ്നേഹിച്ച സ്നേഹം, സ്വർഗത്തിൻ്റെ അവകാശം, കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെയുള്ള കൂട്ടവകാശം. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ എത്രേ. അതാണ് മർമ്മം. എല്ലാം സൗജന്യമായി കിട്ടും. എന്ത് ചെയ്യണം? ഈ ഭൂമിയിൽ കഷ്ടമനുഭവിക്കണം. എന്താണ് കഷ്ടം? എന്താണ് കഷ്ടം? വേർപാടാചരിക്കണം, വേർപെട്ട് നിൽക്കാൻ പഠിക്കണം. പാപത്തിൽ മുഴുകി പാപത്തിൻ്റെ മട്ടുകുറ്റി കുടിച്ചു നടക്കുന്ന ലക്ഷോപലക്ഷങ്ങളുടെ മധ്യത്തിൽ വ്യതിരിക്തനായി വേർപെട്ടവനായി നിൽക്കാമോ? അതാണ് കഷ്ടപ്പാട്. പരിഹസിക്കും, ആക്ഷേപങ്ങൾ വരും, നിന്ന വരും, ഒറ്റപ്പെടുത്തും. പക്ഷേ അവിടെയെല്ലാം അതിൻ്റെ ഉള്ളു സന്തോഷിച്ചുകൊണ്ടിരിക്കും. കാരണം അകത്ത് ആത്മാവുണ്ടോ, ആത്മാവിനൊക്കെ സന്തോഷം തന്നുകൊണ്ടിരിക്കും. ലോകം തന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ, ലോകം തന്നെ പഴിക്കുമ്പോൾ, ലോകം തന്നെ ദൂഷിക്കുമ്പോൾ ആത്മാവകത്തിരുന്നുകൊണ്ട് തന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കും, സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും. അവൻ്റെ സമാധാനം കൊണ്ട് നിൻ്റെ ഹൃദയം നിറയും. ഈ സമാധാനമാണ് കർത്താവായ യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്തത്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. ഏത് സമാധാനം? ലോകം തരുന്ന സമാധാനമല്ല. ലോകത്തിന് തരുവാനോ ലോകത്തിന് എടുത്തു കളയാനോ കഴിയാത്തതായ സമാധാനം, അലൗകികമായ അഭൗമികമായ സമാധാനം, ദൈവിക സമാധാനത്താൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കും. നിറയ്ക്കുന്നത് ആത്മാവാണ്. ആത്മാഭാഗത്തുണ്ടെങ്കിലേ ഇത് കിട്ടൂ, അല്ലാത്തവർക്ക് കിട്ടത്തില്ല. പ്രിയപ്പെട്ടവർ, ആത്മാവ് എങ്ങനെ അവിടെ നിൽക്കും? ആത്മാവ് എങ്ങനെ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വസിക്കും? ആത്മാവിനെ അനുസരിച്ച് നീ നടന്നാൽ, ആത്മാവിനെ അനുസരിച്ച് നീ നടന്നാൽ അത് ഇത്തിരി പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ഒരുപക്ഷെ നിൻ്റെ ബുദ്ധിക്ക് ചേരുന്നതായിരിക്കില്ല, എൻ്റെ മാനുഷികമായ ബലഹീനമായ ബുദ്ധി നല്ലതെന്ന് തോന്നുന്നതായിരിക്കില്ല ദൈവം കാണുന്നത് നല്ലത്. ദൈവം നിന്നെ തിരുത്തുമ്പോൾ തിരുത്താൻ തയ്യാറാകണം. അയ്യോ കർത്താവേ, അതാണോ ശരി? ഓക്കെ, ഞാൻ താഴുന്നു, ഞാൻ വിനയപ്പെടുന്നു, ഞാൻ സമ്മതിക്കുന്നു, അനുസരിക്കുന്നു. താഴാൻ മനസ്സുണ്ടോ? പ്രിയപ്പെട്ടവർ, അവിടെ ജഡമോഹങ്ങളെ നമുക്ക് ജയിക്കാം. ഒരു കുഴപ്പമില്ല, നമുക്ക് ജഡമോഹങ്ങളെ ജയിക്കാം. സ്തോത്രം. അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ എത്രേ. കഷ്ടത എന്തിനാണ്? ഈ ലോകത്തിലെ കഷ്ടത എന്തിനാണ്? ഈ ലോകത്തിലെ കഷ്ടത ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കുവാനാണ്. കഷ്ടതയുടെ തീച്ചൂളയിലൂടെ അവനെ കടത്തുന്നത് അവനെ ശുദ്ധീകരിക്കുവാനാണ്. വേദപുസ്തകത്തിൽ അനേകം വാക്യങ്ങളുണ്ട്. സ്തോത്രം. നിങ്ങൾക്കറിയാം, അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ മകനായ യോസഫ് ചെറുപ്പം മുതൽ ദൈവത്തോട് ബന്ധമുള്ളവനാണ്, ദർശനവരമുള്ളവനാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാണ്, തിന്മ വരാതെ തന്നെ കാത്തവനാണ്. പക്ഷേ സഹോദരന്മാർ പകച്ചില്ലേ? സഹോദരന്മാർ പകച്ചില്ലേ? വല്ല പരിഭവമുണ്ടോ? ജയത്തോടെ നിന്നു. അവനെ നടത്താൻ ദൈവമുണ്ടായിരുന്നു. സഹോദരന്മാർ അവനെ പൊട്ടക്കിണറ്റിലിട്ടു. നാം വായിക്കുന്നു, അവിടെ യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അതാണ് ജയം. വഴി നടത്താൻ ഒരു ആത്മാവ്, അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, അത് ദൈവമക്കൾക്കുള്ള വാഗ്ദത്തമാണ്. അനുസരിക്കാൻ ആര് തയ്യാറാകുന്നുവോ അവർക്കതിനെ കിട്ടും. സ്തോത്രം. ആർക്ക് വേണം ഈ തലമുറയിൽ പാപം കൂടാതെ ജീവിക്കണമെന്ന് ആർക്കെല്ലാം ആഗ്രഹമുണ്ട്? കർത്താവ്, എനിക്കതിന് മനസ്സാണ്. ഇപ്പോൾ ഉള്ളം കൊണ്ടാർ പറയുന്നുണ്ട്. കർത്താവ് പുറമേയുള്ള വേഷത്തിലേക്കല്ല, പുറമേയുള്ള വസ്ത്രത്തിലേക്കല്ല, ആഭരണങ്ങളിലേക്കല്ല, സൗന്ദര്യത്തിലേക്കല്ല, ഹൃദയത്തിലേക്ക് കർത്താവ് നോക്കുന്നു. മനുഷ്യൻ പുറമേയുള്ളത് നോക്കുമ്പോൾ യഹോവ ഹൃദയത്തിലേക്ക് നോക്കുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിന്നെ ഇപ്പോൾ നിൻ്റെ ഹൃദയത്തിൽ കാണുന്ന ഒരു കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീരുമാനം വരുന്നുണ്ടോ? എൻ്റെ ഹൃദയത്തിലേക്ക് സ്നേഹം വരുന്നുണ്ടോ? ആത്മാവിൻ്റെ ഹൃദയത്തിൽ ഇടമുണ്ടോ? അവനോട് തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കഷ്ടമനുഭവിച്ചാൽ എത്രേ. കഷ്ടതയിലൂടെ ശുദ്ധീകരിക്കുന്നു, കഷ്ടതയിലൂടെ തേജസ്കരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ സ്വർഗം, അതെന്താണ്? ദൈവം വച്ചിരിക്കുന്ന സ്ഥാനം. ക്രിസ്തു എന്ന ഏക പുരുഷൻ്റെ നിർമ്മല മണവാട്ടി. ഏരൻ തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ച അതേ മനുഷ്യൻ്റെ പ്രതിമയായി നീ മാറണം. ഒറ്റ വഴിയേ ഉള്ളൂ, കഷ്ടത.
കഷ്ടതയുടെ തീച്ചൂടിലൂടെ സാത്താൻ അധീനമായ ഈ ഭൂമിയിൽ, പാപം പടർന്ന് പിടിച്ചു കിടക്കുന്നതായി ഈ ഭൂമിയിൽ, പാപം തൊടാത്തവനായി, പാപം തീണ്ടാത്തവനായി, പാപത്തെ സ്നേഹിക്കാത്തവനായി, വേർപെട്ടവനായി നിൽക്കാൻ നിനക്ക് മനസ്സുണ്ടോ? അതാണ് കഷ്ടത. എവിടെ നിന്നെ വേർപെടുത്തും? അതാണ് കഷ്ടത. നാം സന്തോഷത്തോടെ നിൽക്കാൻ കഴിവുണ്ടോ? പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തുമ്പോൾ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ മാറിയിരുന്ന കർത്താവേ നിനക്ക് സ്തുതി എന്ന ഹൃദയത്തിൽ നന്ദി നിറഞ്ഞ സ്തുതി വരുന്നുണ്ടോ? അതാണ് കഷ്ടത. അതാണ് എടുക്കമുള്ള വഴി, അതാണ് ഞെടുക്കമുള്ള പാറ. തിരഞ്ഞെടുക്കാൻ മനസ്സുണ്ടോ? ഈ ലോകത്തിൻ്റെ വഴികളോട് യാത്ര പറഞ്ഞുകൊണ്ട് ഈ തലമുറയെ ഞാനൊരാൾ വിശ്വസനായി നിൽക്കും തീരുമാനിക്കാമോ? ഒറ്റപ്പെടുത്തിക്കോട്ട്, കല്ലെറിഞ്ഞോട്ട്, മരിച്ചെന്ന് വിചാരിച്ചോട്ട്. അങ്ങനെ മരിച്ചെന്ന് വിചാരിച്ച അപ്പോസ്തലനായ പൗലോസിനെ ഇട്ടിട്ട് ശത്രുക്കൾ പോയി കഴിഞ്ഞപ്പോൾ അപ്പോസ്തലൻ എഴുതിയ സുവിശേഷം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കാരണം ജീവൻ സ്വർഗത്തിൽ സെക്യൂർഡാണ്. അത് ദൈവത്തിൻ്റെ കയ്യിലാണ് ജീവൻ. ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട് പാപത്തിന് മരിച്ച ഒരു വ്യക്തിയുടെ ജീവൻ സ്വർഗത്തിലാണ്, പിതാവിൻ്റെ കയ്യിലാണ്. അതവിടെ നല്ല ഉറപ്പാണ്, സംരക്ഷണമുള്ളതാണ്. പേടിക്കണ്ട. നിനക്ക് വേണ്ടി കരുതാനൊരു ദൈവമുണ്ട്. എല്ലാം കരുതിക്കൊള്ളും, എല്ലാം കരുതിക്കൊള്ളും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അവനാണ് ക്രിസ്ത്യാനി, അവനാണ് വിശ്വാസി. നാം ആരാണ്? പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞ് കളഞ്ഞോ? ജയം കിട്ടിയോ? നീ സൗന്ദര്യം കണ്ടാൽ അവിടെ വീഴുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിനെ രക്ഷിക്കുവാൻ, ഫെലിസ്തീനെ രക്ഷിക്കുവാൻ ദൈവം കണ്ടവനായിരുന്നു ശിംശോൻ. ആയുഷ് പര്യന്തം ദൈവത്തിന് നാസീർ വ്രതമുള്ളവനായിരുന്നു ശിംശോൻ. അങ്ങനെയാണ് ദൈവം ശിംശോനെ കണ്ടത്. ആ ശിംശോൻ ഒരു ദരിയിലെ കണ്ടപ്പോൾ എല്ലാം പോയി. ഇന്ന് ബാറ് കാണുമ്പം ക്രിസ്ത്യാനിയുടെ സമർപ്പണം പോവും, അനേകരുടെ ആത്മീയം പോവും. അങ്ങനെ ക്രിസ്ത്യാനിയെ ദൈവത്തിന് വേണ്ട, ദൈവനാമം ദുഷിക്കുന്ന ക്രിസ്ത്യാനിയെ അല്ല കർത്താവിന് വേണ്ടത്. പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞവനാണ് വിശ്വാസി. അങ്ങനെ സമർപ്പണം പറഞ്ഞവനാണ്. പുതിയ സമർപ്പണത്തിലേക്ക് വരാം, പുതിയ തീരുമാനത്തിലേക്ക് വരാം. ഇപ്പോൾ സ്വർഗം തുറന്ന് സ്നേഹവാനായ ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഉറ്റുനോക്കുന്ന ഈ സമയം കർത്താവിനോട് നമുക്കൊരു പുതിയ വാക്ക് പറയാം. കർത്താവേ, ഞാൻ എൻ്റെ പഴയ മനുഷ്യന്, നീ കാണുന്ന അറയ്ക്കപ്പെട്ട മനുഷ്യന്, വെറുക്കപ്പെട്ട ഈ മനുഷ്യന്, കർത്താവെ നാറുന്ന വസ്ത്രം ധരിച്ച ഈ മനുഷ്യന്, കറകൾ നിറഞ്ഞ ഈ മനുഷ്യന്, ജീവന മുഴുവൻ തിന്ന് നിറഞ്ഞു പോയരായി ഈ മനുഷ്യന്, ഇതാ ഞാൻ എന്നേക്കുമായി ഉരിഞ്ഞു കളയുന്നു. അവൻ്റെ പ്രവൃത്തികളോടുകൂടി ഞാൻ ഉരിഞ്ഞു കളയുന്നു. തീരുമാനിക്കാമോ? കൃപ തരണമേ, ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. കർത്താവെ, നീ ഞങ്ങൾ നടത്താൻ മരിയ ദൈവമല്ലേ? പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം, സ്തോത്രം, ഞാൻ എങ്ങനെയാണായി തീരേണ്ടത്? തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരമായി തീരണം. സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഈ ഭൂമിയിലെ പ്രതിമയായി മാറണം. ഒന്നെനിക്കറിയാം, കർത്താവിൻ്റെ ഇടത്തം വലത്തും ക്രൂശിക്കപ്പെട്ട രണ്ടുപേര് ദുഷ്കർമ്മികളായിരുന്നു, അധർമ്മികളായിരുന്നു. മരിക്കുന്നവരെയും അവരെ തൂക്കിക്കളയുന്ന റോഡ് വിരിച്ചവരായിരുന്നു, കുറ്റവാളികളായിരുന്നു. അവരെയാണ് ഇടത്തം വലത്തുമായി ക്രൂശിൽ തൂക്കിയത്. ക്രൂശിൽ കിടന്നുകൊണ്ട് പോലും ആദ്യം രണ്ടുപേരും യേശുവിനെ പഴിച്ചു, നിന്ദിച്ചു, ദുഷിച്ചു എന്ന സുവിശേഷങ്ങൾ വായിക്കുന്നു. സ്നേഹവാനായ ക്രിസ്തു ക്രൂശിൽ പിടഞ്ഞുകൊണ്ട് എന്താണ് പറഞ്ഞത്? പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ സ്നേഹം, യേശു ഒരേ സ്നേഹവക തന്നെയാണ്. മത്തായി 5:44, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അവനങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് മാതൃക കാണിച്ചത്. ക്രൂശിൽ കിടന്നുകൊണ്ട് തന്നെ ക്രൂശിക്കുന്നവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. അവർക്ക് അവൻ ക്ഷമിച്ചു കൊടുത്തു, അവരുടെ പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്തു. പഴിക്കുകയും നിന്ദിക്കുകയും ദൂഷിക്കുകയും ചെയ്യുന്നവരുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിച്ചു കൊടുത്തു.
അങ്ങനെ ക്ഷമിച്ചു കൊടുത്തത് കൊണ്ട് കർത്താവിൻ്റെ ഇടത്തും വലത്തും കിടക്കുന്ന കള്ളന്മാരുടെ പാപങ്ങളെയും കർത്താവ് ക്ഷമിച്ചു കൊടുത്തത് കൊണ്ട് അവരിൽ ഒരുത്തൻ ആ ശബ്ദം കേട്ടു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇവരറിയായി, ഇവരോട് ക്ഷമിക്കണേ എന്ന് പറയുന്ന ആ വാക്ക് ഒരുത്തൻ്റെ ഹൃദയത്തിൽ ചെന്ന് തറച്ചു. അപ്പോൾ നിങ്ങൾ ഹൃദയം തുറക്കണം. ദൈവം നിങ്ങളുടെ ഹൃദയത്തെ കീറി മുറിക്കട്ടെ. തൻ്റെ ദുഷ്ടമനുഷ്യന് അവിടെ നിന്ന് ഇറക്കി വിടട്ടെ. എൻ്റെ ഹൃദയത്തിൽ നിന്ന് പൈശാചികനെ ഇപ്പോൾ ദൈവം ഇറക്കി വിടട്ടെ. അധികാരമുള്ള ദൈവത്തിന് ഇപ്പോൾ പ്രവർത്തിക്കട്ടെ. ശത്രുക്കളെ സ്നേഹിപ്പാൻ കർത്താവ് പഠിപ്പിച്ചെങ്കിൽ ജീവിതത്തിൽ കാണിച്ചു, ക്രൂശിൽ കിടന്നുകൊണ്ടത് കാണിച്ചത്. അതുകൊണ്ട് വലത്ത് ഭാഗത്തെ കള്ളൻ പർദീസിലിരിക്കുന്നു. നീ ഇന്ന് എന്നോട് പർദീസിലിരിക്കുമെന്ന് കർത്താവ് യേശുക്രിസ്തു അവനോട് നേരിട്ട് പറഞ്ഞു. ആ വാക്കുകൾ നമ്മോടും പറയും. യഥാർത്ഥ മാനസാന്തരത്തേക്ക് നാം വരുമെങ്കിൽ ആ വാക്കുകൾ നമ്മളോടും പറയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു 1-ാം നൂറ്റാണ്ടിൽ. ഈ ദൈവസ്നേഹം ഉൾക്കൊണ്ടതായ സ്തേഫാനോസ് അങ്ങനെ കല്ലേറുകൊണ്ട് മരിക്കുമ്പോൾ, ക്രിസ്തുവിന് സാക്ഷിയായി മരിക്കുമ്പോൾ, മുഴുവൻ ശത്രുക്കളാ ചുറ്റും, എല്ലാവരും കല്ലെറിയുകയാണ്. അന്ന് ശൗല് കല്ലെറിയുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്, ഉന്നത പദവിയിൽ ഇരിപ്പുണ്ട്, കരിങ്കല്ല് പോലത്തെ ഹൃദയവുമായി. സ്തേഫാനോസ് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവരുടെ പാപം നിർത്തരുതേ, നിരപരാധിയായി എന്നെ കൊല്ലുന്ന ഇവരുടെ പാപം നീ കണക്കിടരുതേ, ഓർക്കരുതേ, ഇവരോട് ക്ഷമിക്കണമേ. കർത്താവിൻ്റെ അതേ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ സ്തേഫാനോസിന് കഴിഞ്ഞു. എന്തുകൊണ്ട്? അതത്രേ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തി. ആ ശക്തിയിൽ ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട്? കർത്താവെ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ. നമുക്കവരോട് പ്രാർത്ഥിക്കാം. നമുക്കവരുടെ ഹൃദയങ്ങളെ തുറക്കാം. ജീവിതം കർത്താവിന് മുമ്പിൽ കാഴ്ചവെക്കാം. കർത്താവ് ആവലോടെ നിൽക്കുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ കർത്താവ് ആവലോടെ നിൽക്കുന്നുണ്ട്. സ്വർഗം തുറന്നിട്ടുണ്ട്. സമർപ്പിക്കാൻ ആരുണ്ട്? ഈ അന്ത്യകാല തലമുറയിൽ കർത്താവേ, വൈകിപ്പോയി ഈ വേളയിൽ ഞാനിപ്പോൾ എൻ്റെ ജീവനെ നിനക്ക് തരികയാണ്, എൻ്റെ ആയുസ് നിനക്ക് തരികയാണ്, എൻ്റെ ആത്മശരീര മനസ്സുകളെ നിനക്ക് തരികയാണ്, എൻ്റെ ഹൃദയത്തെ ഞാൻ തുറക്കുകയാണ്. എൻ്റെ നാഥനും എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനും എൻ്റെ വീണ്ടെടുപ്പുകാരനവൻ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. എല്ലാവരെയും ശുദ്ധീകരിക്കണമേ. ആത്മാവിനാൽ നിറയ്ക്കണമേ. ജഡമോഹങ്ങളെ വിട്ടകലുവാൻ ആത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ എല്ലാവരും ഒരുക്കണമേ. മഹത്വം എടുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.